അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കനക് ശശിയുടെ ഗുഡ്ലി തോ പരായി ഹേ എന്ന് പറയുന്ന കഹാനിയാണ്. മാതാപിതാക്കളോടും സഹോദരങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിൽ താനൊരു പെൺകുട്ടിയായതിനാൽ സ്വന്തം വീട്ടിൽ അന്യയാണെന്ന് വിഷമത്തോടെ മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണിത്. ഗുഡ്ലി 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ്. അവളുടെ അമ്മായി അവളെ എപ്പോഴും ഉപദേശിച്ചു കൊണ്ടിരിക്കും. ഗുഡ്ലിക്ക് അവരുടെ ഉപദേശം തീരെ ഇഷ്ടമല്ല. അമ്മായിയെ വളരെ ഇഷ്ടമാണെങ്കിലും ഉപദേശം തീരെ ഇഷ്ടമല്ല. ആ വീട് അവളുടേതല്ല, അവൾ അന്യ വീട്ടിലേക്ക് പോവേണ്ടവളാണ് എന്നുള്ളതും അന്യരുടെ സ്വത്താണ് എന്നുള്ളതും ഒക്കെ അമ്മായി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഗുഡ്ലിക്ക് തീരെ ഇഷ്ടമല്ല ഇത് കേൾക്കാൻ. ഇത് കേൾക്കുമ്പോൾ ഗുഡ്ലിക്ക് വളരെ സങ്കടമാവുകയാണ് ചെയ്യുന്നത്. അവളുടെ മനസ്സിൽ ചേച്ചിയുടെ കല്യാണ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അതേപോലെ കല്യാണ കാർഡിൽ വീട്ടിലെ പുരുഷന്മാരുടെ മാത്രം പേരെഴുതുകയും തൻ്റെ സഹോദരൻ്റെ ചെറിയ മകൻ്റെ പേരടക്കം അതിലെഴുതുകയും തൻ്റെ പേര് അതിലെഴുതാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് അവൾക്ക് വളരെയധികം വിഷമം വരികയാണ്. മുത്തശ്ശനോട് ചോദിച്ചപ്പോൾ, വല്യച്ഛനോട് ചോദിച്ച സമയത്ത് കല്യാണക്കുറിയിൽ വീട്ടിലെ പെൺകുട്ടികളുടെ പേര് വയ്ക്കാറില്ലെന്നൊക്കെ അവളോട് പറയുമ്പോൾ അവളുടെ മനസ്സിൽ തൻ്റെ വീട് തനിക്ക് അന്യമാണല്ലോ എന്ന് മനസ്സിലാക്കി അവളൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വീട്ടുകാർ പറയുന്ന ജോലികളൊക്കെ അവൾ ചെയ്യാതിരിക്കുകയും പിന്നെ അവൾ അതൊക്കെ എൻ്റെ ജോലിയല്ല, ഞാൻ അന്യരുടെ വീട്ടിൽ പോകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സ്കൂളിലേക്ക് പോകുന്നതൊക്കെ ആയിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇന്ന് നമുക്ക് പാഠഭാഗം നോക്കാം. ഗുഡ്ലി തോ പരായി ഹേ. പരായി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ. ഗുഡ്ലി മറ്റുള്ളവരുടേതാണ്, അന്യരുടേതാണ്. यूं तो बड़ी बुआ गुडली को अच्छी लगती है, पर उनसे बात करना उसे कुछ खास पसंद नहीं. വലിയ അമ്മായിയെ ഗുഡ്ലിക്ക് വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ അവരോട് സംസാരിക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. वैसे बातें अगर खाने की या उनके बचपन की ही तो ठीक है. പക്ഷെ സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അമ്മായിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പർ നസീഹത്തെ അവരുടെ ഉപദേശങ്ങൾ ഓഫ് ഐസ മത് കരോ, അങ്ങനെ ചെയ്യരുത്, ഐസേ പട്ട് പട്ട് മത് ബോലോ, ഇങ്ങനെ പടപടാന്ന് സംസാരിക്കരുത്, ഐസേ ധം ധം മത്ത് ചലോ, ഇങ്ങനെ ചാടി ചാടി നടക്കരുത്, ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊന്നും ഗുഡ്ലിക്ക് തീരെ ഇഷ്ടമല്ല. ഏക് ദിൻ ഗലത്തി സേ ഉസ്നെ പൂച്ച് ഹി ലിയ. ഒരു ദിവസം അബദ്ധത്തിൽ ഗുഡ്ലി അമ്മായിയോട് ചോദിച്ചു, ക്യോ, എന്തുകൊണ്ട്? അമ്മായി അങ്ങനെ ചെയ്യരുതേ ഇങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം അറിയാതെ അവളുടെ വായിൽ നിന്ന് വീണുപോയി എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അമ്മായി പറയാൻ തുടങ്ങി, തോ ബസ് ശുരു ഹോ ഗയി. ശുരു എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക. അരേ ചോരി, ഏ പെൺകുട്ടി, ലോഗ് നാം തോ തേരി മാക്കോ ഹി രഖേഖേ. നീ എന്ത് ചെയ്താലും നിൻ്റെ അമ്മയാണ് പറയുക. കഹേങ്കേ, അവർ പറയും, കുച്ച് സിഖായ ഹി നഹി, അമ്മ നിന്നെ ഒന്നും പഠിപ്പിച്ചില്ലേ. ഐസേ ഹി കരേഗി, നീ ഇങ്ങനെ തന്നെയാണോ ചെയ്യുക. ക്യാ അപ്നെ ഘർ ജാക്കർ, നിൻ്റെ വീട്ടിൽ പോയിട്ട് നീ ഇങ്ങനെയാണോ ചെയ്യുക. അമ്മായി ഉദ്ദേശിച്ചത് കല്യാണം കഴിഞ്ഞു പോകുന്ന ആ വീടാണ് അവളുടെ വീട് എന്നുള്ളതാണ്. അപ്പോൾ നിൻ്റെ വീട്ടിൽ പോയിട്ട് നീ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഗുഡ്ലി ബോലി, ഗുഡ്ലി പറയുകയാണേ, അപ്നാ ഘർ, തൻ്റെ വീടോ, യഹി തോ ഹെ മേരാ ഘർ, ഇതാണല്ലോ എൻ്റെ വീട്, പിന്നെ എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ ഇതാണല്ലോ എൻ്റെ വീട്. ജഹാ മേ പൈദാ ഹുയി, ഞാൻ എവിടെയാണോ ജനിച്ച് വളർന്നത് അവിടെയാണല്ലോ എൻ്റെ വീട്. ബുവ ഹസ്കെ ബോലി, ബുവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അരേ ബേക്കൂഫ്, യേ ഘർ തോ പരായ ഹേ. വിഡ്ഢി, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനവൻ ജനിച്ച വീട് എന്താണ്,
തൻ്റെ വീടല്ല. യേ ഘർ തോ പരായ ഹെ. പരായ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ എന്നുള്ള അർത്ഥമാണ്. ബാക്കി ലഡ്കിയോं की तरह तू भी किसी और की अमानत है. ബാക്കി ലഡ്കി എന്ന് പറഞ്ഞാൽ മറ്റുള്ള പെൺകുട്ടികളെ പോലെ തന്നെ നീയും അമാനത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത്, മറ്റുള്ളവരുടെ സമ്പാദ്യമാണ് അല്ലെ സമ്പത്താണ് എന്നാണ് പറയുന്നത്. അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്, നീ സ്വന്തം വീടെന്ന് കരുതുന്ന ഈ വീട് സ്വന്തമല്ല, പരായ ഹെ, മറ്റുള്ളവരുടെ അല്ലെങ്കിൽ അന്യരുടെയാണ് എന്നുള്ളതാണ് അമ്മായി പറയുന്നത്. സസുരാൽ ഹി തേര അസ്ലി ഘർ ഹോഗ. സസുരാൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച വീട് അല്ലേ. കല്യാണം കഴിച്ച വീടാണ് തൻ്റെ സ്വന്തം യഥാർത്ഥ വീടായി മാറുന്നത്. ജൈസേ ദേഖ്, അല്ലെങ്കിൽ നോക്ക് നീ. ഉദാഹരണം നിൻ്റെ മുന്നിൽ തന്നെയുണ്ട് അല്ലേ. ആര്? അമ്മായി. പൈദാ തോ മേ ബി ഇസി ഘർ മേ ഹുയി തി. ഞാനും ഈ വീട്ടിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. പർ അബ് തേരെ ഫുഫാജി കാ ഘർ. നിൻ്റെ ഫുഫാജി എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മായിയുടെ ഹസ്ബൻഡാണ്. ഗർഹി മേരാ ഗർഹെ. അപ്പോൾ എൻ്റെ വീടെന്ന് പറയും, ഞാനിവിടെ ഈ വീട്ടിൽ തന്നെയാണ് ഞാനും ജനിച്ച് വളർന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ വീടെന്ന് പറയുന്നത് ഫുഫാജിയുടെ വീടാണ്, എൻ്റെ കല്യാണം കഴിച്ച വീടാണ്. കുച്ച് സംജി, ഞാൻ പറയുന്നത് നീ മനസ്സിലായോ നിനക്ക്? ഗുഡ്ലി ഠുനക്കെ ബോലി മേ നെഹി മാൻതി. ഗുഡ്ലി ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല. അവർ ബാഹർ ചലി ഗയി. അവൾ പുറത്തേക്ക് പോയി അതും പറഞ്ഞിട്ട്. പീച്ചെ സെ ബുവാക്കി ആവാസ് സുനായി ഥി. പിന്നിൽ നിന്ന് അമ്മായിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. 14 की हो गई पर अकल नहीं आई छोरी को. 14 വയസ്സായി പെൺകുട്ടിക്ക്, പക്ഷേ ബുദ്ധി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ബുദ്ധി തെളിഞ്ഞിട്ടില്ല 14 വയസ്സായെങ്കിലെന്ന് അമ്മായി വിളിച്ചു പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അമ്മ പറയുന്നുണ്ട്, മാ ഭോലി ബച്പന ഹൈ ദീദി സമജ് ആയേഗി. ബച്പന എന്ന് പറഞ്ഞാൽ കുട്ടിക്കളി, കുട്ടിത്തമാണ് ചേച്ചി, മനസ്സിലായിക്കോളും. മാ കോ ബുआ का साथ देता देख गुडली गुस्से के साथ उदास भी हो गई और सीढ़ियों पर बैठ गई. അപ്പോൾ അമ്മായി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾക്ക് വളരെയധികം വിഷമം വന്ന് അവൾ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോന്നു. പക്ഷേ സ്വന്തം അമ്മ കൂടി അമ്മായിയുടെ സൈഡ് നിന്ന് സംസാരിക്കുന്ന കേട്ടപ്പോൾ മാക്കോ ബുവാക്കെ സാത്ത് ദേത്താ ദേക്ക്, അമ്മ അമ്മായിക്ക് സൈഡ് പിടിക്കുന്ന കണ്ടപ്പോൾ ഗുഡ്ലി ഗുസ്സേക്കെ സാത്ത്, ഗുഡ്ലി ദേഷ്യത്തോടൊപ്പം ഗുഡ്ലിക്ക് ഉദാസ് ബി ഹോഗെ, വളരെയധികം സങ്കടവും വന്നു കേട്ടോ. അവർ സീഠിയോം പർ ബൈഠ് ഗയി, അവൾ അവിടെ ഇരുന്നു, ആ കോണിപ്പടിയിൽ ഇരുന്നു. സോച്തി രഹി ക്യാ യഹ് ഘർ ഉസ്കാ നഹി, ക്യാ ഉസ്കെ ആം കി ഖൈരിയാ वो कभी नहीं खा पाएगा, उसका कुत्ता नानू भी उसका नहीं. അപ്പോൾ അവൾ അവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി, ഈ വീട് തൻ്റേതല്ലേ, അതുപോലെ ആം കി ഖൈരിയ എന്ന് പറഞ്ഞാൽ, ആം എന്ന് പറഞ്ഞാൽ മാങ്ങ, അപ്പോൾ അതിലുണ്ടാവുന്ന ചെറു മാങ്ങകൾ തനിക്കൊരിക്കലും കഴിക്കാൻ സാധിക്കില്ലേ, അതുപോലെ വീട്ടിലുള്ള ചെറിയ കുത്തയാണ്, നായയാണ് നാനു, ആ നാനും തൻ്റേതല്ലേ. ബഗീചമേ ഉസ്കി ബനായി ക്യാരിയ, അപ്പോൾ പൂന്തോട്ടത്തിലുണ്ടാക്കിയിട്ടുള്ള ചെറിയ തടങ്ങൾ, മച്ലിയോം കെ ലിയെ താലാബ്, മത്സ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ കുളം, ക്യാ വേ ബി ഉസ്കെ നഹി, ഇതൊന്നും തൻ്റേതല്ലേ. ഇത്തിനെ മേ മാ ഉസെ ഢൂണ്ഡത്തി വഹീം ആ പഹുഞ്ചി, ഇത്ര ആയപ്പോഴേക്കും അമ്മ അവളെ അന്വേഷിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു. ഗുഡ്ലി കോ ഉദാസ് ദേക്ക് ഗലെ ലഗാക്കർ ബോലി, ഗുഡ്ലി സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ അവളെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ബേട്ടാ ബുവാക്കി ബാത് കാ ബുരാ മത്മാൻ, അമ്മായി പറയുന്നതൊന്നും മോശമായിട്ട് കരുതണ്ട, അമ്മായി പറയുന്നതൊന്നും കാര്യമാക്കണ്ട കേട്ടോ മോള്. ഔർ ജോ കൽ ഹോനാ ഹെ ഉസേ ലേക്കർ ആജ് ക്യോം പരേഷാൻ ഹോനാ, അതുപോലെ നാളെ എന്താണോ സംഭവിക്കാൻ പോകുന്നത്, അമ്മായി പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാര്യമല്ല, പിന്നീട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതാണ് അല്ലേ.
അത് ആലോചിച്ച് നീ ഇപ്പോൾ തന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? യേ ദിൻ ഫിർ ലൗട്ട് കെ നഹി ആനെ വാലെ ഹെ. ഇപ്പോൾ നീ സന്തോഷിക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ ദിവസങ്ങളൊന്നും ഇനി തിരിച്ചു വരില്ല. ഇനെ ജി ബർക്കെ ജീലെ. ഇത് ഈ ഇപ്പോഴുള്ള സമയം നീ സന്തോഷത്തോടു കൂടി മനസ്സ് തുറന്ന് സന്തോഷിക്ക്. മാ കി ബാത്തോം സേ ഗുഡ്ലി ഔർ ബി ഹതാശ് ഹോ ഗയി. അമ്മയുടെ വാക്കുകൾ അവളെ ഒന്നും കൂടി സങ്കടപ്പെടുത്തുകയാണ് ചെയ്തത്. ലഗാ ജൈസെ ഉസ്കെ പൈരോം കെ നീച്ചെ സേ ജമീൻ ഗീഞ്ച് ലി ഗയി ഹോ. അമ്മയുടെ വാക്കുകൾ ഗുഡ്ലിയെ പിന്നെയും നിരാശയാക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തോന്നി, തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകിപ്പോവുകയാണെന്ന് അവൾക്ക് തോന്നി. ഉസേ യാദായ. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. പിछले സാൽ കഴിഞ്ഞ വർഷം ദീദി കി ഷാദി മേ, ചേച്ചിയുടെ കല്യാണത്തിൽ സബ് കിത്തനെ ഖുഷ് തെ. എല്ലാവരും എന്തു സന്തോഷത്തിലായിരുന്നു. ഘർ മെഹ്മാനോം സേ ഭരാത. വീട് അതിഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. സാരേ ചച്ചേരെ മമേരെ ഭായി ബഹൻ ആയേ ഹുയേ ഥേ. ചച്ചേരെ മമേരെ എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മാവൻ്റെ മക്കളും അതുപോലെ ചെറിയച്ഛൻ്റെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളായി ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു. ഗുഡ്ലി ബി കിത്തിനി ഖുഷ് ദി. കുട്ടിയും വളരെ സന്തോഷത്തിലായിരുന്നു. കൊയ് രോക്ക് ടോക്ക് നെഹി. ആരും ഒന്നും വഴക്ക് പറയേ അല്ലെങ്കിൽ രോക്കിന എന്ന് പറഞ്ഞാൽ തടയേ ഒന്നും ചെയ്യുന്നില്ല. ബസ് ഫുൾ മസ്തി ദി. എന്തു മാത്രമേ ഉള്ളൂ, അവർ കളിക്കുകയും സന്തോഷിക്കുകയും അത്ര മാത്രമേ ഉള്ളൂ. ആരും വഴക്ക് പറയേ അവരെ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട എന്നൊന്നും പറയുന്നില്ല. ഇസി ബീച്ച്, ഇതിനിടയ്ക്ക് ഷാദി കെ കാർഡ് മേ ഛപ്കെ ആയി. അപ്പോൾ കല്യാണക്കത്ത് വന്നു. ഗുഡ്ലി ബഡി ഉത്സുക് ദി. ഗുഡ്ലി വളരെ സന്തോഷത്തിലായിരുന്നു. ജൈസെ തൈസെ പൂജ പാഠ് കെ ബാദ് കാർഡ് ഹാത്ത് മേ ആയ. അപ്പോൾ പൂജയ്ക്ക് വയ്ക്കും കത്തൊക്കെ അല്ലേ, അങ്ങനെ വെച്ചിട്ട് കത്ത് അതിന് ശേഷം എല്ലാവരെയും കാണിക്കുകയാണ്. ആ സമയത്ത് ഗുഡ്ലി കാ മോഹ് ഉദർ ഗയ. ഗുഡ്ലിയുടെ മുഖം വാടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഉദർന എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. ഓ താവുജി കെ പാസ് ജാക്കർ ബോലി. അവൾ വല്യച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ദേക്കിയേ ഭയ്യ മേരാ നാം കാർഡ് മേ ഛപ്വാന ഭൂൽ ഗയ. അപ്പോൾ ക്ഷണക്കത്ത് അടിച്ചു കൊണ്ടുവന്നത് ഏട്ടനാണ്. അപ്പോൾ ഏട്ടനെ പരാതി പറഞ്ഞുകൊണ്ട് പറയാണ്, വല്യച്ഛ ഏട്ടൻ ചെയ്തിരിക്കുന്നത് നോക്കൂ, കാർഡിൽ എൻ്റെ പേര് വെക്കാൻ മറന്നിട്ടുണ്ട്. താവുജി പോലെ. അപ്പോൾ അത് കേട്ടപ്പോൾ വല്യച്ഛൻ പറയാ, ഭൂൽ നെഹി ഹേ രേ അപ്നെ ഘർ കി ചോരിയോം കെ നാം കാർഡ് പർ നെഹി ഛപ്തേ. അത് മറന്നതൊന്നുമല്ല, തൻ്റെ വീട്ടിലെ പെൺകുട്ടികളുടെ പേരൊന്നും കാർഡിൽ വെക്കാൻ പറ്റില്ല. ഗുഡ്ലി. ആ സമയത്ത് ഗുഡ്ലി പറയാണ്, പർ താവുജി ഉസ്മേ ഭയ്യ കെ ചോട്ടെ സേ ബേട്ട കാ ഭി നാം ഹേ. അപ്പോൾ വല്യച്ഛ, നമ്മുടെ ഏട്ടൻ്റെ ചെറിയ കുട്ടിയുടെ പേരും കൂടി അതിലുണ്ട്. ജോ അഭി ബോൽ ബി നെഹി സക്ത. അവന് സംസാരിക്കാൻ പോലും അറിയില്ല. ഇപ്പോൾ അവൻ്റെ പേര് വെച്ചില്ലെങ്കിൽ കൂടി അവൻ കാണൂല്ല അല്ലേ, അവൻ്റെ പേരടക്കം ഏട്ടൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ എൻ്റെ പേരെന്താ വെക്കാത്തേ എന്നുള്ള രീതിയിൽ അവൾ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വല്യച്ഛൻ പറയുന്നതാണ്, തോ ക്യാ ഹുവാ. അതിനെന്താ? തേരാ നാം, നിൻ്റെ പേര് തേരെ അപ്നെ കാർഡ് മേ ഛപേഗ യഹാ നെഹി. നിൻ്റെ പേര് നിൻ്റെ കല്യാണം ഉണ്ടാവുന്ന സമയത്ത് ആ കാർഡിൽ വെക്കാം, ഇവിടെയല്ല. അബ് ചൽ ബാഗ് യഹാ സേ. നീ ഇവിടുന്ന് പോയിക്കോ, പെട്ടെന്ന് പോ. ഗുഡ്ലി റോനെ ലഗി. ഇത് കേട്ടപ്പോൾ ഗുഡ്ലി കരയാൻ തുടങ്ങി. തോ ബുവാനെ ഠാണ്ട. അപ്പോൾ ആ സമയത്ത് ബുവ അവളെ ശകാരിച്ചു, വഴക്ക് പറഞ്ഞു. ക്യാ ഷാദി കെ ഘർ മേ മൻഹൂസിയത്ത് ഫൈലാ രഹി ഹെ. നീ ഒരു കല്യാണ വീടാണ്, ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്ന ഈ സമയത്ത്, ഒരു മംഗളകർമ്മം നടക്കുന്ന ഈ സമയത്ത് നീ അശുഭം പരത്തുന്നുവോ എന്ന് ചോദിച്ചു. തബി മാനെ അപ്നെ ഹാത്ത് സെ ഉസ്കാ നാം കാർഡ് പർ ലിഖ് ദിയ. ആ സമയത്ത് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരു കാർഡ് എടുത്തിട്ട് ആ കാർഡിൽ അവളുടെ പേരും കൂടി ചേർത്തു. ഈ അക്ഷർ ഛപായി ജൈസെ നഹീതെ. ആ അമ്മ എഴുതിയ അക്ഷരങ്ങൾ അച്ചടിച്ച അത്രയും ഭംഗി വന്നില്ലെങ്കിലും
ഫിർ ബി ഗുഡ്ലി മാ കെ പ്യാർ സെ മാൻ ഗയി. അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ അവൾ എന്ത് ചെയ്തു, അവളത് സമ്മതിച്ചു കൊടുത്തു. അവളുടെ വിഷമമൊക്കെ മാറ്റി അവൾ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിന്നു. പർ അബ് തോ ഹദ് ഹോ ഗയി. പക്ഷേ അന്ന് ഞാനത് സമ്മതിച്ചു കൊടുത്തെങ്കിലും ഇന്ന് ഇത് പരിധി വിട്ട് കഴിഞ്ഞു. ഔർ ഗുഡ്ലി ചുപ്പ് രഹനെ വാലോമേം സേ നഹി ഹേ എന്ന് പറഞ്ഞാൽ ഗുഡ്ലി നിശബ്ദയായിട്ട് ഇരിക്കുന്നവൾ ഒരുവളല്ല. ഗുഡ്ലി പ്രതികരിക്കാത്തവളല്ല. वो अपनी दीदी के साथ बिताए मज़ेदार दिनों की याद करने लगी. അവൾ തൻ്റെ ചേച്ചിയോടൊപ്പം കല്യാണം കഴിയുന്നതിന് മുൻപേ ചേച്ചിയോടൊപ്പമുള്ള അരസകരമായ നിമിഷത്തെക്കുറിച്ച് ഒക്കെ ഓർക്കാൻ തുടങ്ങി. സാത്ത് സാത്ത് കഹാനിയാം പഠന, ഒരുമിച്ച് കഥകളൊക്കെ വായിക്കുക, ഗാനെ ഗാന, പാട്ട് പാടുക, ചിത്ര ബനാന, ചിത്രം വരയ്ക്കുക, മസ്തി കർണ, സന്തോഷിക്കുക, ഖൂബ് ഹസ്ന, വളരെയധികം ചിരിക്കുക. അപ്പോൾ ഷാദിക്ക് 3 ദിൻ ബാദ്, ഇതൊക്കെ കല്യാണത്തിന് മുൻപുള്ള കാര്യമാണ്. പക്ഷേ കല്യാണത്തിന് ശേഷം 3 ദിവസത്തിന് ശേഷം ജബ് ദീദി ഘർ ആയി തോ, എപ്പോഴാണോ വീട്ടിലേക്ക് ചേച്ചി വന്നത്, ഏക്ദം ബദൽ ചുക്കി തി, തികച്ചും ചേച്ചി മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ന പെഹലെ ജൈസി മസ്തിഖോർ ന ബാത്തൂനി. മസ്തിഖോർ എന്ന് പറഞ്ഞാൽ ആഹ്ലാദിക്കുക. ആദ്യത്തെ പോലെ സന്തോഷിക്കുന്നില്ല, അതുപോലെ സംസാരമില്ല. അപ്പോൾ വോ സാടി പെഹൻകർ, ഇപ്പോൾ അവൾ ചേച്ചി സാരി ധരിച്ചിട്ട് സിംറ്റി സിംറ്റി രഹനെ ലഗീതി, ഒതുങ്ങിക്കൂടി നടക്കുകയാണ്. ഔർ ജിസ് ഭായിക്കോ, അവൾ കല്യാണത്തിന് മുന്നേ ഏട്ടനെ നക്കുഡു എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. കക്കർ ബുലാത്തി ദി ഉസേ അബ് വോ ഭയ്യ കഹനെ ലഗി ദി. കല്യാണത്തിന് ശേഷം വീട്ടിൽ വന്ന സമയത്ത് അവൾ ഒതുങ്ങിക്കൂടി നടക്കുകയും നക്കുഡു എന്നൊക്കെ വിളിച്ചിരുന്ന ഏട്ടനെ ഇപ്പോൾ അവൾ ഏട്ട എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഭയ്യ. ഹാലാക്കി, എന്നിരുന്നാലും ഷാദി തോ ഭയ്യാക്കി ബി ഹുയി ഹെ, കല്യാണം ഏട്ടൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏട്ടന് യാതൊരു മാറ്റവുമില്ല. पर वो अभी भी अपने दोस्तों के साथ ക്രിക്കറ്റ് खेलता है. ഇപ്പോഴും ഏട്ടന് പണ്ടത്തെ പോലെ തന്നെ കൂട്ടുകാരെ കൂടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നടക്കുകയാണ്. खाने में नखर अब पहले से भी ज़्यादा करने लगा है എന്ന് പറഞ്ഞാൽ ഏട്ടന് ആദ്യത്തേക്കാൾ കൂടുതൽ കൊണിച്ചിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ആഹാരത്തോടുള്ള താല്പര്യം എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ കൂടിയിരിക്കുകയാണ്. ഔർ വോ അബിബി ദീദിക്കോ, പണ്ട് വിളിച്ചിരുന്നത് ചുഹിയ എന്നാണ് ചേച്ചീനെ, അപ്പോൾ ഇപ്പോഴും ചുഹിയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ മാറുകയും ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ മാറാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഗുഡ്ലി. സബ് കുച്ച് കിത്തന ഊട്ട് പടാഖ് ഹേ. ഊട്ട് പടാഖ് എന്ന് പറഞ്ഞാൽ ക്രമമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇതൊക്കെ എന്തൊരു തലതിരിഞ്ഞ കാര്യങ്ങളാണ് എന്ന് ഗുഡ്ലി ചിന്തിക്കുകയാണ്. ദേർ രാത്തക്ക്, ഒരുപാട് സമയം വരെ, രാത്രി ഒരുപാട് സമയം വരെ യഹി സബ് സോച്ച്തി രഹി ഗുഡ്ലി, ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗുഡ്ലി. ഫിർ കുച്ച് സോച്ച് മുസ്കുരായി ഔർ സോഗയി, അങ്ങനെ ചിന്തിച്ച് അവളൊരു തീരുമാനത്തിലെത്തി. എന്നിട്ട് അവൾ മുസ്കുരായി, പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഉറങ്ങി. അപ്പോൾ ഒരുപാട് സമയം വരെ, രാത്രിയിൽ ഒരുപാട് സമയം വരെ ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ ചിന്തിച്ച് പിന്നീട് എന്തോ ആലോചിച്ച് ചിരിച്ച് അവൾ ഉറങ്ങി. സുബഹ് ഗുഡ്ലി ഉടി, രാവിലെ ഗുഡ്ലി എഴുന്നേറ്റു. ഔർ സമയസെ കാഫി പെഹലേഹി, നേരത്തെ തന്നെ, എന്നും സ്കൂളിൽ പോകുന്ന നേരത്തിനേക്കാൾ കുറച്ച് മുന്നേ തന്നെ സ്കൂൾ കേലിയെ തയ്യാർ ഹോഗേ, സ്കൂളിലേക്ക് വേണ്ടി അവൾ ഒരുങ്ങി. ഔർ ഖിഡ്കി സെ, ജനലിലൂടെ ബഗീചേക്കോ നിഹാർനെ ലഗെ, പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി, പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. തബി പാപ്പായെ, ആ സമയത്ത് അച്ഛൻ വന്നു. ഔർ ബോലെ, എന്നിട്ട് പറഞ്ഞു, ബേട്ടാ ആജ് പൗധോക്കോ പാനി നെഹി പിലായ ക്യാ, ഇന്ന് ചെടികളൊന്നും നീ നനച്ചില്ലേ. നക്കുടു മത്ലബ് ഭയ്യാസെ കഹോ, ഏട്ടനോട് പറയൂ. അപ്പോൾ അവർ വിളിക്കുന്ന പേരാണ് നക്കുടു എന്നുള്ളത്. യ സബ് ഉസി കാ ഹെ, കാരണം ഇതെല്ലാം അവൻ്റേതാണ്. തോ വഹി കരെ, അതുകൊണ്ട് അവൻ ചെയ്തോട്ടെ. ഔർ വൈസെ ബി മേ തോ പരായ ധൻ ഹു, ഒന്നാമത് ഞാൻ അന്യരുടെ സമ്പത്താണ്, അല്ലെ ധനമാണ്.
ഗുഡ്ലി തബാക് സെ ബോലി. ഗുഡ്ലി ദേഷ്യത്തോടെ പറഞ്ഞു. തബി ചൗക്കെ സെ തായിജി കി ആവാസായി. ആ സമയത്ത് അടുക്കള ഭാഗത്തു നിന്ന് വല്യമ്മയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഗുഡ്ലി അപ്പനി താവുജി കോ ചായ് ദയാ. ഗുഡ്ലി വല്യച്ഛന് ചായ കൊണ്ടുവരാൻ പറയാണ്, ചായ കൊടുക്കാൻ പറയാണ്. ഗുഡ്ലി ധീരെ ധീരെ ചൗക്കേക്ക് ദഹലീസ് തക്കായി. ഗുഡ്ലി മെല്ലെ മെല്ലെ അടുക്കള ഭാഗത്തെ ആ ഉമ്മറപ്പടിയിൽ ഒരെത്തി. അവർ പോലി എന്നിട്ട് പറഞ്ഞു, ദേക്കിയേ തായിജി, നോക്കിയാലും വല്യമ്മേ, മേ പരായി ഹും, ഞാൻ അന്യരുടെ മുതലാണ്, ഞാൻ അന്യാണ്. യാനി അതായത് മെഹ്മാനാണ്, അതിഥിയാണ്. മുസ്സെ കാം കർവാന കുച്ച് അച്ഛി ബാത് നെഹി ഹെ. അതുകൊണ്ട് എന്നെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത് അത്ര നല്ല കാര്യം ഒന്നുമല്ല. തായിജീനെ ഗുഡ്ലി കി തരഫ് ദേക്ക. വല്യമ്മ ഗുഡ്ലിയുടെ നേരെ ഒന്ന് നോക്കി. അവർ ഹ ഹ കഹ് ചായ് ദേനെ ചലി ഗയി. ചിരിച്ചുകൊണ്ട് ചായ എടുക്കാൻ പോയി. മാ ഗുഡ്ലി കോ അബി ടിഫിൻ പാക്ക് കർനെ കോ ഭൂൽനെ വാലി തി. അമ്മ ഗുഡ്ലിയോട് ടിഫിൻ പാക്ക് ചെയ്യാൻ വേണ്ടി പറയാൻ നിൽക്കുകയായിരുന്നു. പർ യേ സബ് സുൻകർ, പക്ഷെ ഇതൊക്കെ കേട്ടപ്പോൾ ഖുദ് ഹി കർനെ ലഗി, അവർ സ്വയം ചെയ്യാൻ തുടങ്ങി. തബി ഭയ്യ ആഗയ. ആ സമയത്ത് ഏട്ടൻ വന്നു. ഗുഡ്ലിയ അപ്പനെ നാനു കോ ഗാന നെഹി ദിയ. നമ്മുടെ നാനുവിന് ഭക്ഷണം കൊടുത്തില്ലേ നീ? നാനു എന്ന് പറഞ്ഞാൽ നായ്ക്കുട്ടിയാണ്, നായ്ക്കുട്ടിയുടെ പേരാണ്. ദേഖോ ഭായി സാഹബ്, നോക്കൂ ഏട്ടാ, ആപ്പ് കുൽ ദീപക് ഹോ, നിങ്ങൾ ഈ കുലത്തിൻ്റെ ദീപമാണ്. യ ഘർ, ഈ വീട്, യ ബഗീച, പൂന്തോട്ടം, ഔർ യ നാനു, ഈ നായ്ക്കുട്ടി, ഈ വീട്ടിലെല്ലാം സബ് ആപ്കാ ഹി ഹെ, താങ്കളുടേതാണ്. തോ ബെഹത്തർ ഹോഗ, അപ്പോൾ ഇതായിരിക്കും നല്ലത്. ആപ് ഹി ഇൻ സബ് കി ദേഖ്ഭാൽ കരേ, ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഔർ വൈസേ ബി, പിന്നെ ഒന്നാമത്, മേ തോ പരായി അമാനത് ഹോ, ഞാൻ അന്യരുടെ സമ്പത്താണ്. സബ് മൂഹ് ബായേ ഗുഡ്ലി കോ ദേഖ്തേ രഹേ, എല്ലാവരും മുഖം ചുളിച്ചുകൊണ്ട് ഗുഡ്ലിയെ നോക്കിക്കൊണ്ടിരുന്നു. ഔർ ഗുഡ്ലി, അപ്പോൾ ഗുഡ്ലി എന്താ ചെയ്ത്, ടിഫിൻ ബാഗ് ഉടാക്കർ, ടിഫിൻ ബാഗ് എടുത്തിട്ട് സ്കൂൾ കേ ലിയേ ചൽ ദി, സ്കൂളിലേക്ക് പോയി.